എത്രയാണ്? 70 ഫർദുകളുടെ പ്രതിഫലമാണ്. മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന സുന്നത്തായ അമലുകൾ ഈ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തുമ്പോൾ ഒരു സുന്നത്തായ അമലിന് അല്ലാഹു തആല തരുന്ന പ്രതിഫലം ഒരു ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന്റെ പ്രതിഫലമാണ്. ദാനധർമ്മങ്ങളുടെ മഹത്വം എത്രയാണ്, ഇഅ്തികാഫിന്റെ പ്രതിഫലം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് സംവിധാനിക്കുകയാണ്. ഈ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ആദരിക്കുക എന്ന് പറയുമ്പോ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല, നിസ്കാരം നടത്തുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല, തറാവീഹ് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല, മറിച്ച് അതിന്റെ പവിത്രതയ്ക്ക്, ആ അമലുകളുടെ സ്വീകാര്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ തടയിടുകയും ചെയ്യണം. നോമ്പ് പിടിച്ചുകൊണ്ട് പരദൂഷണം പറയുമ്പോ, നോമ്പ് പിടിച്ചുകൊണ്ട് ഏഷണിക്കാരായി മാറുമ്പോ, നോമ്പ് പിടിച്ചുകൊണ്ട് മോശമായ വാക്കുകളും മോശമായ പ്രവർത്തനങ്ങളും മോശമായ ചിന്തകളും ഒക്കെ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് വെറും പട്ടിണിയാണ്, പാതിരാ നിസ്കാരങ്ങൾ കൊണ്ട് വെറും ഉറക്കമൊഴിച്ചിൽ മാത്രമാവുകയാണ്. അതുകൊണ്ട് ആദരവെന്ന് പറയുമ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സൽക്കർമ്മങ്ങൾക്ക് കേടുവരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക കൂടി ചെയ്യണമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.